അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രാവൽ വിത്ത് OHF എൻഡ് ചെയ്തു. ആൻഡ് വോട്ട് ടു സേ, ലിറ്ററലി വി സ്റ്റാർട്ടഡ് ആസ് സ്ട്രേഞ്ചേഴ്സ് ആൻഡ് എൻഡഡ് ലൈക്ക് ഫാമിലി. ഇനിയിപ്പോൾ അതിൽ ഇപ്പോൾ ശാന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഐ ഹാവ് ടു സേ ഷീ വാസ് ദി എന്റർടൈനർ ഓഫ് ദ ഗ്രൂപ്പ്. ഷീ വാസ് ആക്ച്വലി ദ പൾസ് ഓഫ് ദ ഗ്രൂപ്പ് എന്ന് വരെ പറഞ്ഞു. റോളിംഗ് ആണ് മാന്യ മഹാജനങ്ങളെ. ഓക്കെ, സോ എന്താ പറയാ, OHF എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ആക്ച്വലി എല്ലാ വർഷവും ഇങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്ന ഗെറ്റ് ടുഗെദറിന്. അപ്പൊ ഇത്തവണ നമ്മൾ ചൈനയ്ക്ക് പോകുന്ന പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ച ഫ്രണ്ട്സിന്റെ കൂടെ ആണ്. പറഞ്ഞല്ല, ഫ്രണ്ട്സിന്റെ കൂടെ അല്ല, പിന്നെ ഫാമിലിയുടെ കൂടെയാണ്. അല്ല, പിന്നെ ആരുടെയോ കൂടെ എന്നുള്ള രീതിയിലായിരുന്നു വന്നത്. പക്ഷെ നിങ്ങളുടെ കൂടെ വരുമ്പോൾ നമുക്കൊരു സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെന്നുള്ളൊരു ഫീൽ ഇല്ല. മേ ബി ബിക്കോസ് നമ്മൾ ഈ ഡെയിലി വ്ലോഗ്സ് കാണുന്നുണ്ടായിരിക്കാം. വന്നു കഴിഞ്ഞിട്ടും യു ഗൈസ് വർ സോ ഗുഡ്. നമുക്ക് എന്തോ എനിക്ക് അങ്ങനെ ഫോർമലായിട്ടൊന്നും നിങ്ങൾ പൊക്കി പറയാൻ അറിയത്തില്ല ഫ്രണ്ട്സ്. നിങ്ങൾ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അല്ലോ. പക്ഷെ വി ഹാഡ് സോ മച്ച് ഓഫ് ഫൺ. നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു ടീമായിരുന്നു, നല്ല ബോണ്ടിങ് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഏറ്റവും കൂടുതൽ ഇപ്പം ഇതിനകത്ത് പിടിച്ചു നിർത്തിയത് പ്രിൻസ് തന്നെയാണ്. പ്രിൻസും ദിലുവും പ്രിയയും എല്ലാവരും. പക്ഷെ പ്രിൻസ് ആയിരുന്നു കുറച്ചുകൂടെ നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്യോ പോലെ എനിക്കറിയത്തില്ല. കട്ട് ചെയ്യേണ്ട ഭാഗമൊക്കെ കട്ട് ചെയ്തോ, എഡിറ്റിംഗ് കാണുമല്ലോ അല്ലേ. എനിവേസ്, ഉള്ളതുപോലെ പറയണമല്ലോ. 3 പേരും. പ്രിയ ആണെങ്കിൽ നമ്മൾ വിചാരിച്ചു നാച്ചുറലി ലേഡീസിന് കുറച്ച് എക്സ്ട്രാ ജാടയൊക്കെ കാണുമല്ലോ. പക്ഷെ പ്രിയ വാസ് സോ നൈസ്. ദിലു ആണെങ്കിൽ എല്ലാവരും. പിന്നെ നമുക്ക് നല്ലൊരു ടീമായിരുന്നു, അതാണ് എടുത്തു പറയേണ്ടത്. രാജേഷ് ചേട്ടന്, മായ, ലോറൻസ് ചേട്ടൻ, ഷീല ചേച്ചി, ഡോക്ടർ, രേഖ ചേച്ചി, എല്ലാവരോടും നമുക്ക് നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡാർലിംഗ് റൂംമേറ്റ്. പിന്നെ ഇനി ആർക്കെങ്കിലും ഇവരുടെ കൂടെ ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹവും അങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡോണ്ട് തിങ്ക് ടു മച്ച്, ഡോണ്ട് തിങ്ക് ട്വൈസ്. ദേ ആർ റിയലി ഗുഡ്. നമുക്ക് മെയിനായിട്ട് നമുക്കൊരു ട്രാവൽ ചെയ്യുമ്പോൾ കംഫർട്ടാണ് ഏറ്റവും വേണ്ടത്. അത് എന്തായാലും അഷ്വേർഡ് ആണ്. ഇനിയിപ്പോ നമ്മുടെ റുസീനെ കുറിച്ച് പറയാനാണെങ്കിൽ, എന്താ പറയാ, റുസീന സോ ഇന്നസെന്റ്. ഇപ്പൊ നമ്മള് ചൈനയിൽ കാണുന്ന മൂൺ ചൈനയുടെ മാത്രമാണെന്ന് പറഞ്ഞാൽ, ചൈന നിർമ്മിച്ചാന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. ആൻഡ് എനിക്കൊന്ന് റുസീനെ അത്യാവശ്യം നന്നായി പർച്ചേസ് ചെയ്തായിരുന്നു റുസീനയുടെ പുതിയ ബിസിനസിന് വേണ്ടി. ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഇവരെ വീഡിയോ കുറെ മുന്നേ മുതലൊന്നും കാണുന്നില്ല. ഇവർ ഞാൻ ആക്ച്വലി ചെന്നൈയിലാണ്. അപ്പൊ ഇവർ ചെന്നൈയിൽ വന്ന മുതലാണ് ഞാൻ വീഡിയോ കാണാൻ തുടങ്ങിയത്. ആ ഒരു 3-5 വീഡിയോസിൽ എനിക്ക് മനസ്സിലായി എന്റെ ടേസ്റ്റും അവരുടെ ടേസ്റ്റും ഏകദേശം ഒരുപോലെയാണ്. ആ സമയത്താണ് ഇവര് ചൈന ആക്ച്വലി അനൗൺസ് ചെയ്തത് പോകുന്നുണ്ടെന്ന്. ആക്ച്വലി ചൈന എന്നുള്ളത് മനസ്സിൽ എന്താ പറയാ മുന്നേ ഉള്ളതുമാണ്. അപ്പൊ ഇവര് പോകുന്നു എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ രണ്ടാമത് തിങ്ക് ചെയ്തില്ല. പോവാണ് ഇവരെ കൂടെ പോവാം. അപ്പൊ തന്നെ ഞാൻ വിളിച്ചു, പ്രിൻസിനോട് അന്വേഷിച്ചു, അങ്ങനെ വന്നത്. അല്ലാതെ എനിക്ക് ഇവര് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാളായിട്ട് ഇവരെ വീഡിയോ കാണില്ല. ആ ഒരു 4-5 വീഡിയോസിന്റെ ഉള്ളില് അവരെ മനസ്സിലാക്കി അവരെ കൂടെ പോവാന്ന് വിചാരിച്ച് വന്നതാണ്. അത് പക്ഷെ തെറ്റിയിട്ടില്ല എന്ന് തന്നെ എന്റെ വിശ്വാസം. ഇത് പറഞ്ഞതുപോലെ അടിപൊളി ഗ്രൂപ്പായിരുന്നു. എല്ലാവരും നല്ലോണം മിങ്കിളായി. പിന്നെ പറഞ്ഞ പോലെ ദിൽഷേട്ടനും പ്രീചേച്ചി ആണെങ്കിലും ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സെലിബ്രിറ്റി അങ്ങനെയൊന്നല്ല, ഭയങ്കര ഫ്രീ. എന്താ പറയാ, എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ളത് പോലെ അവര് നമ്മളെടുത്ത് നിൽക്കുന്നത്. ഈവൻ പ്രിൻസ് ആണെങ്കിലും നമ്മളിപ്പം ഷോപ്പിലൊക്കെ പോകുമ്പോ നമ്മുടെ ലഗേജസ് അവർക്ക് ഒരു മടിയില്ല, എന്തോരം എടുത്തോണ്ട് പോകും. നമുക്ക് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നും. പക്ഷെ അതൊക്കെ നമ്മളൊരു ഒരു എക്സ്ട്രാ ആയിട്ട് അവരെ ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. അതൊക്കെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങൾ എടുത്തോണ്ട് വരുമെന്നൊക്കെ അവര് നമ്മളെ വെയിറ്റ് ചെയ്യുന്ന പോലും ഇല്ല. കാറ് വന്നാൽ അവരെന്നെ എടുത്തിട്ട് വെക്കുന്നു, അവരെന്നെ ഇവിടെ ഇറക്കുന്നു. നമുക്ക് അത് അത്രയും ഒന്നും എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലൊക്കെ ചെയ്തു തരുമെന്ന്. ഈവൻ ഞാൻ ലാസ്റ്റ് ജ്വല്ലറി പോണെന്ന് പറഞ്ഞിട്ട് അതിന് പോലുള്ള ഓപ്ഷൻസ് അവർ ആക്കിയിട്ടുണ്ട്. അത്രയും എന്താ പറയാ, അത്രയും സാറ്റിസ്ഫൈ ചെയ്തു. പിന്നെ ഇതിലു മാക്സിമം നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യിപ്പിച്ചു. അതും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാം ബർഗേഴ്സ്, പിസ്സ. അതെനിക്ക് പറയാനുള്ളത്, ആക്ച്വലി എനിക്ക് ഫുഡ് ഹലാല് അത് ഇത് എന്ന് പറയുമ്പം അവർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ ഫുഡിൽ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യണ്ടെന്ന്. എന്നിട്ട് പോലും അവരെ ഗ്രൂപ്പിലല്ലേ ഞാൻ ഇങ്ങനെ കഴിക്കാതൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് അവർ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊന്നും മേ ബി എല്ലാവരും ചെയ്യുമോന്ന് അറിയില്ല. മതി, കുറച്ച് ഓവറായി പോയി. പറയാനാണ് ഇപ്പോഴൊന്നും തീരൂല. 2-3 വ്ളോഗിനുള്ളതേ പറയാനുണ്ട്. ലോറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബടി അത്രേ പറയാനുള്ളൂ. ഫുൾ ടൈം ചിൽഡ് ഔട്ട്. ആൻഡ് ഫൈനലി നമ്മുടെ രേഖ മാം
ഷീ ഓൾസോ വാസ്, ഞങ്ങൾ ആക്ച്വലി ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഇംപ്രഷനിലാണ് മാം നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചത്. ബട്ട് ഞങ്ങളുടെ പോലെ തന്നെ ഭയങ്കരമായിട്ട് എന്തിനു വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നിനും കംപ്ലൈൻറ്റ് പറയാതെ ഈ ഫുൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ സപ്പോർട്ടഡ് ഈച്ച് അതർ. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ എഫേർട്ട് ഇട്ടു, ഷോപ്പിങ്ങിന് ഹെൽപ്പ് ചെയ്തു, സെലക്ഷൻസിന് ഹെൽപ്പ് ചെയ്തു. ലിറ്ററലി ദിസ് ബിക്കേം എ ഫാമിലി. ഓക്കെ, അപ്പോൾ ഒരു ഹാപ്പി ഫാമിലി ത്രൂ ഞങ്ങൾ ഈ ചൈന ട്രിപ്പ് ചെയ്തത് വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ബിസിനസ്സായിട്ട് എക്സ്പീരിയൻസും ഇല്ല, പക്ഷേ ബിസിനസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്നാ ചെയ്യണമെന്നും അറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്നപ്പം നമ്മൾ ഉള്ള മാർക്കറ്റിലെല്ലാം പോയി ക്ലോത്തിങ് ആയി, ജ്വല്ലറി ആയി, കോസ്മെറ്റിക്സ് ആയി, മാനുഫാക്ചറിങ്ങിൻ്റെ ഒക്കെ ആയി. അപ്പം പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും, നമുക്ക് എന്നാത്തിനാണ് താല്പര്യം. അപ്പം അതനുസരിച്ച് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാം. അപ്പം ഈ വന്ന ഗ്രൂപ്പിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ബിസിനസ് ചെയ്തിട്ടില്ലാത്ത ഒരു ആള്. അപ്പം ഇതെനിക്കൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഒരു ഹാപ്പി ഫാമിലി ടീം, എസ്പെഷ്യലി ദില്ലു, പ്രിൻസ് ആൻഡ് പ്രിയ, ഫോർ സപ്പോർട്ടിങ് all of us through the entire journey. Thank you and all the best, Prince and Dindu. ഞാൻ സാധാരണ ഒരു ഫാമിലി ട്രിപ്പ് അല്ലെങ്കിൽ ഒരു സോളോ ട്രിപ്പിന് പോകുന്ന ആളാണ്. സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ട്രിപ്പിന് വരുന്നത്. സോ ഐ കെയിം വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്. എക്സലന്റ് ട്രിപ്പായിരുന്നു, വെൽ ഓർഗനൈസ്ഡ്. ഞങ്ങൾ എൻജോയ് ചെയ്തു. ഒരു പുതിയ ഫാമിലിയെ കിട്ടിയ പോലെ ആയിരുന്നു ഈ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ചൈനയിലെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ ചൈനയിൽ വന്നിട്ടില്ല. ആൻഡ് ദി ഓർഗനൈസ്ഡ് വെരി വെൽ. 10 ദിവസം എങ്ങനെ പോയി അറിഞ്ഞില്ല. ആൻഡ് ഐ റിയലി എൻജോയ്. ഞാനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തേടിയാണ് ഇവിടെ വന്നത്. എനിക്ക് അതിനുള്ള ലീഡ്സും കിട്ടിയിട്ടുണ്ട്. ഇനി തിരിച്ചു ചെന്നിട്ട് ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കേണ്ടത്. ഇതിനിപ്പോൾ തിരിച്ചു ചെന്ന് ബാക്കിയുള്ള എൻ്റെ ഓർഗനൈസേഷനിലെ ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ഞാൻ ആലോചിക്കും. എന്താണെങ്കിലും ഇവർ ഇനിയും ട്രിപ്പ് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഷുവലി ഐ ജോയിൻ ദം. താങ്ക് യു. പിന്നെ ലത ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും സീനിയർ മെമ്പർ ആയിരുന്നു. ബട്ട് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തതും ബിസിനസ് ഓൾറെഡി ഉള്ളതുകൊണ്ട് അതിലേക്ക് കൂടുതൽ അഡീഷൻ ചെയ്തതും ഏറ്റവും എഫേർട്ട് ഇട്ടതും അതുപോലെ തന്നെ ഏറ്റവും ടയേർഡ് ആവാതെ എനർജറ്റിക് ആയിട്ട് നടന്ന ആൾ, ഞങ്ങളെ ഷോക്ക് ചെയ്ത ആള് ഡോക്ടർ ലതയായിരുന്നു. ഞാൻ ജീവ ബൊട്ടിക്കിൽ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് OHF ട്രാവൽ വിത്ത് OHF എന്ന ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ചൈനയിൽ വന്നത്. വെസ്റ്റേൺ ഡ്രസ്സസ് ആൻഡ് വെസ്റ്റേൺ ടോപ്സ് വാങ്ങാനായിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും വളരെ നല്ല, എനിക്ക് യൂസ്ഫുൾ ആയിട്ട്, അതായത് നമ്മളുടെ നാട്ടിൽ വേണ്ട സമ്മർ ടോപ്സ് ആൻഡ് സമ്മർ ഡ്രസ്സസ് കിട്ടി. അത് വളരെ ഹെൽപ്പായിരുന്നു ഇവരുടെ, അതായത് ഇവരുടെ പ്രിൻസ്, ദില്ലു, അവരുടെ ആ ഒരു ടീം വർക്ക് വളരെ നല്ലതായിരുന്നു. നല്ല ഹെൽപ്പ് കിട്ടി. കാരണം എന്നെപ്പോലെ ഒറ്റയ്ക്ക് വരുന്ന ഒരാൾക്ക് നല്ലൊരു ഹെൽപ്പായിരുന്നു. തീർച്ചയായിട്ടും വളരെയധികം താങ്ക്സ് ടു OHF ഫാമിലി. നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഷീല ചേച്ചിയാണെങ്കിലും ദുബായിൽ നിന്നായിരുന്നു വന്നത്. ആൻഡ് ചൂട് ഒട്ടും പറ്റാത്ത ഒരാളായിരുന്നു, പക്ഷെ അതായാലും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാത്തിനും റെഡിയായി. ഒരു കാലുളുങ്ങിയിട്ടാണ് വന്നത്. എന്നാലും ഒന്നിനും ഒരു എക്സ്ക്യൂസ് പറയാതെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് വരെ കയറി ഭയങ്കരമായിട്ട് നമ്മൾ ഷീല ചേച്ചിയുടെ കമ്പനി എൻജോയ് ചെയ്തു. നല്ല രസം സംസാരിച്ചുകൊണ്ടിരിക്കാനും. താങ്ക് യു OHF. വളരെ നല്ല ട്രിപ്പായിരുന്നു, വളരെ സപ്പോർട്ടീവായിരുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു. പിന്നെ അതേമാതിരി തന്നെ ഒപ്പം നിന്നിരുന്ന എല്ലാവരും, റൈറ്റ് ഫ്രം ദ ഡോക്യുമെന്റേഷൻ ടു എന്താ പറയുക പർച്ചേസ് ചെയ്യാനും അതേമാതിരി ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കാണിച്ചു തരാനും കാര്യങ്ങൾ പറഞ്ഞു തരാനും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. വി റിയലി മിസ് യു ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ അനദർ ട്രിപ്പ്. താങ്ക് യു. പിന്നെ രാജേഷ് ഏട്ടനും മായ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ബേർഡ്സ് ആയിരുന്നു. ഇതുപോലെ ഇൻ ലവ് ആയിട്ടുള്ള ഒരു കപ്പിൾ നമ്മൾ കണ്ടിട്ടില്ല. അവരിവിടെ വന്നിട്ട് കൈവിട്ട് നടന്നിട്ടില്ല, ഭാര്യ കൊടുക്കുന്നത് എന്തൊക്കെയായിരുന്നു. പിന്നെ എന്ത് കണ്ടാലും വാങ്ങും. മായ ചേച്ചി ഒരു സാധനം തൊട്ട് കഴിഞ്ഞാൽ ആ കടയിലുള്ള ഒരു 10 സാധനം വാങ്ങും. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ടൂറായിട്ട് വരുന്നത്. സാധാരണ ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ബുക്ക് ചെയ്ത് പോകാറാണ് പതിവ്. ഈ പ്രാവശ്യം OHF ഫാമിലിയുടെ കൂടെ ഞങ്ങൾക്ക് പുതിയൊരു അനുഭവം ഉണ്ടായി. എല്ലാം നല്ല നല്ല നിലയിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഹോട്ടൽ എടുത്തു തന്നു. ട്രാവലിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പ്രിൻസ് ഞങ്ങളുടെ ഒരു ബ്രദർ പോലെ കൂടെ തന്നെ നിന്നു. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു ട്രിപ്പ്. ഇനിയും OHF എവിടെ പോയാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും.
എന്നൂടെ പറയുന്നു. ഓക്കെ, താങ്ക്സ് OHF. ഓക്കെ ഗൈസ്, സോ ഇവർ പറഞ്ഞ ഒന്നും ഞാനല്ല വീഡിയോ എടുത്തട്ടെ, പ്രിൻസ് ആണ്. ഞാൻ മാറി എന്ന് അവർ പറഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ബട്ട് ഐ എം വെരി ഹാപ്പി ഇങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ, ബിക്കോസ് ഇവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് കോൺഫിഡൻസ് തരുന്നത്. വി ആർ നോട്ട് നമ്മൾ കുറേ കാലമൊന്നും ആയിട്ടില്ല ഇതുപോലത്തെ ഒരു ഏജൻസി തുടങ്ങിയിട്ട്. സോ ഞങ്ങളിതൊരു ട്രാവൽ ഏജൻസിയെ പോലെയല്ല, നമ്മുടെ ആൾക്കാരെ കൊണ്ട് എങ്ങനെ ട്രാവൽ ചെയ്യുന്നു ഞങ്ങളിപ്പോൾ ഡാഡിയും ഞങ്ങളുടെ ഇന്ദ്രേട്ടനും എൻ്റെ സിസ്റ്ററും എല്ലാവരുമായിട്ടൊക്കെ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ അതേ ഒരു ആസ്പെക്റ്റിലാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്സും കൺസീവ് ചെയ്യുന്നത്. സോ വി വെരി ഹാപ്പി വിത്ത് വാട്ട് ദി ഔട്ട്കം ഓഫ് ദിസ് ട്രിപ്പ്. ആൻഡ് ഇപ്പം മെയിനായിട്ട് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമുക്കിൻ്റെ അടുത്ത ട്രിപ്പും കൂടെ അനൗൺസ് ചെയ്യാനുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ അടിയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മെയിൻ ഇതുപോലത്തെ തന്നെ ഒരു റിപ്പീറ്റ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് വിൽ ബി ഇപ്പം എൻക്വയറീസ് അനുസരിച്ചിരിക്കും, ഐദർ ഇൻ ജൂലൈ അല്ലെങ്കിൽ നമ്മൾ ഓഗസ്റ്റ് എൻഡ് ആൻഡ് സെപ്റ്റംബറിലായിരിക്കും, സെപ്റ്റംബർ ഒരു ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലായിരിക്കും അതൊരെണ്ണം പ്ലാൻ ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നതും ആൾക്കാർ നമ്മളോട് ഇങ്ങനത്തെ ട്രിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചതും സൈറ്റ് സീയിങ് ട്രിപ്പാണ്. ഒരു പ്രോപ്പർ സൈറ്റ് സീയിങ് ട്രിപ്പ് ടു ചൈന. അത് വളരെ റെയറാണ് ഇപ്പം നാട്ടിൽ നിന്നുള്ള പാക്കേജസ്. എൻ്റെ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ഒബ്വിയസ്ലി ഞാനും പ്രിൻസൊക്കെ കൂടെ കാണും. ഞാൻ പോയ സ്ഥലം ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്ത്, അത് എസ്പെഷ്യലി ഞങ്ങളുടെ പാരൻസായിട്ടൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്താണ്. സോ ഐ എക്സാക്ട്ലി നോ ഹൗ ടു മേക്ക് ദീസ് പ്ലേസസ് എൻജോയബിൾ. അതിൻ്റെ ഹാക്സും എങ്ങനെയാണ് ഓരോ സ്ഥലത്തേക്ക് എത്തേണ്ടതെന്നും ഒരു ഫുൾ ഞാൻ പോയ സ്ഥലങ്ങളാണ്. സോ ഒരു റഫായിട്ട് ഒരു ഐറ്റിനറി പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദ മോസ്റ്റ് വണ്ടർഫുൾ, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സിറ്റീസ് ഇൻ ദ വേൾഡ് ആണ്. ഇൻഫാക്ട് ഈ സിറ്റി പോയപ്പോഴാണ് എൻ്റെ അതുവരെയുള്ള ഫേവറേറ്റ് കൺട്രി ജപ്പാൻ മാറി ചൈനയാണ്. ദാറ്റ് ഈസ് ഷാങ്ഹായ്. ഇറ്റ് ഈസ് മോഡേൺ, ഇറ്റ് ഹാസ് കൾച്ചർ, ഇറ്റ് ഹാസ് ഫുഡ്, ഇറ്റ് ഹാസ് എന്താ പറയുക, ഒരു അമേസിങ് അണ്ടർ വാട്ടർ റിവർ ക്രോസ് ചെയ്യുന്നത് ഒരു ലൈറ്റ്സ്, ഒരു ടണലിൽ കൂടെ ഉള്ള ഒരു ട്രെയിനിൽ കൂടെയാണ്. സോ അത് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. എന്നെ അസ്റ്റോണിഷ് ചെയ്ത ഒരു സിറ്റിയാണ്. അതുപോലെ തന്നെ അവരുടെ ഫുഡും, എസ്പെഷ്യലി ഒരു ബേക്കറി ഒക്കെ ഉണ്ട്, അത് വേൾഡ് വൈഡ് ട്രെൻഡിങ് ആണ്. എൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ അവിടെ പോയുള്ള ഫുഡും എല്ലാം കൂടെ ഉള്ള ഒരു എക്സ്പ്ലോറേഷൻ ആയിരിക്കും ഷാങ്ഹായ്. അതുപോലെ തന്നെ ചൈനയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റി എന്ന് പറഞ്ഞാൽ ഹങ്ജാവ്. ഇവിടെയും ഞാൻ പോയിട്ടുണ്ട്. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയില്ല. ഈ ഹങ്ജാവിൽ ഒരു ബ്യൂട്ടിഫുൾ ലേക്ക് ഉണ്ട്, ടെമ്പിൾസ് ഉണ്ട്, ഗ്രീനറി കുറേ ഉണ്ട്. ആൻഡ് എസ്പെഷ്യലി ഓഗസ്റ്റ് ടൈം, സെപ്റ്റംബർ ടൈം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വെതർ ആയിരിക്കും. ഇറ്റ്സ് പെർഫെക്റ്റ് ടു എൻജോയ്. ആൻഡ് അതുപോലെ തന്നെ ഒരു വെനിസ് അല്ലേ, ഇറ്റലിയിലൊക്കെ ഉള്ള വെനിസ് എന്ന് പറഞ്ഞ സ്ഥലം, അതുപോലെ പക്ഷെ അതിനെയും കാട്ടി എന്താ പറയുന്ന ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഷാങ്ഹായുടെ അടുത്ത്. സോ അവിടെയും നമ്മൾ പോകുന്നതായിരിക്കും. ഐ തിങ്ക് സോ ദ പ്രൊണൗൺസിയേഷൻ എനിക്ക് അറിയില്ല, സൂഷു എന്നാണ് പേര്. സോ അവിടെയും നമ്മൾ പോകുന്നതായിരിക്കും. ആൻഡ് ഷാങ്ഹായിൽ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇറ്റ് വിൽ ബി അമേസിങ്. ആൻഡ് ഓബ്വിയസ്ലി അത് നമ്മൾ ബീജിങ്ങിലേക്കും പോകുന്നതായിരിക്കും. ബീജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഓഫ് ചൈനയാണ്. ബീജിങ്ങിലെ എന്തായാലും നമുക്ക് പീക്കിംഗ് ഡക്ക് ട്രൈ ചെയ്യണം. അതല്ലാതെ അവരുടെ പാലസസ്, കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ്സ്, ഓബ്വിയസ്ലി ബീജിംഗ് വാള്, അത് ഞാനിപ്പം എനിക്കത് അത്യാവശ്യം പാടില്ലാതെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളത്. സോ ഏത് ഏജ് കാറ്റഗറി ആണെങ്കിലും അത്യാവശ്യം പോകാൻ പറ്റിയ രീതിയിലുള്ള എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ബീജിങ്ങിൽ നമ്മൾ പോകുന്നതായിരിക്കും. സോ ഷാങ്ഹായ്, ഹങ്ജാവ്, ബീജിംഗ് ആൻഡ് സോജു എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. ബുള്ളറ്റ് ട്രെയിൻ കാണും. ആൻഡ് നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ബിക്കോസ് വിസ ഇപ്പോൾ ആക്ച്വലി ചൈനയുടെ കുറച്ച് പാടാണ്. സോ താല്പര്യമുള്ളത് മാക്സിമം നേരത്തെ തന്നെ നമുക്ക് 2 months മുമ്പേ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലത്, അവരുടെ പാസ്പോർട്ട്സൊക്കെ. സോ നമ്മൾ വിസ തൊട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഓൾ മീൽസ്, ഓൾ എൻട്രൻസസ് അല്ലെങ്കിൽ ഷോസ്, കൾച്ചറൽ ഷോസ് ഒക്കെ ഉണ്ടല്ലോ, ഓൾ മീൽസ്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ്. നമ്മൾ ഒരു 4 star പ്രീമിയം അല്ലെങ്കിൽ 5 star ഹോട്ടൽസിലായിരിക്കും നിൽക്കുന്നത്. ബിക്കോസ് അക്കോമഡേഷൻ ഹാസ് ടു ബി കംഫർട്ടബിൾ. നമ്മൾ അത്രയും ടയേർഡായിട്ട് വന്ന്
റിലാക്സ് ചെയ്യുന്ന സ്ഥലം ഹാസ് ടു ബി അമേസിങ്. അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ ട്രാൻസ്പോർട്ട്സ്, മാക്സിമം നമ്മൾ ഈ ലോക്കൽ ട്രാൻസ്പോർട്ട്സിൽ നമ്മൾ ക്യാബ്സ് ആയിരിക്കും ഉപയോഗിക്കാൻ നോക്കുന്നത്. അവരുടെ ഒരു പ്രീമിയം ക്യാബ്സ് ഉണ്ട്. സോ ദാറ്റ് ഞാൻ പഠിച്ച ബസ്സാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് ദൂരെ ഇറക്കിയിടും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം പോയി കയറേണ്ടി വരും. പിന്നെ കറക്റ്റ് ടൈം ചിലപ്പോൾ അവർ പറയും. ക്യാബ് ആകുമ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. എക്സ്പെൻസ് കൂടിയാലും എല്ലാവർക്കും കംഫർട്ടബിൾ ക്യാബ്സ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോ ആൻഡ് ചെറിയൊരു ഗ്രൂപ്പായിരിക്കും. നമ്മൾ വലിയ ഗ്രൂപ്പായിട്ടുള്ള യാത്ര ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. സോ ഇത് ഫാമിലി ഫ്രണ്ട്ലി ആയിരിക്കും. ആർക്ക് താല്പര്യം ഉണ്ടെങ്കിലും നമ്മുടെ ഗ്വാങ്ജോയിലേക്കുള്ള ബിസിനസ് ട്രിപ്പ് അല്ലെങ്കിൽ ഇതുപോലത്തെയുള്ള സൈറ്റ് സീയിങ് ട്രിപ്പ്, എസ്പെഷ്യലി ഒരു ഓണം ഹോളിഡേയ്സും കൂടെ ആകുമ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിരിക്കുമല്ലോ, ആ ഒരു ടൈമിലും കൂടെ ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പ്ലീസ് ഡു കോൺടാക്ട്. നമുക്ക് വീണ്ടും ചൈനയിൽ പോയി അടിച്ചു പൊളിക്കാൻ പറ്റും. ആൻഡ് ഐ എം ഷുവർ നമ്മുടെ ഈ സൈറ്റ് സീയിങ് ട്രിപ്പിൽ വന്നു കഴിഞ്ഞാൽ, ഗ്വാങ്ജോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ബിസിനസ് കാര്യങ്ങളും അതിൻ്റെ കൂടെ കുറച്ച് സൈറ്റ് സീയിങ്ങും അതിൻ്റെ വ്ളോഗ്സ് നിങ്ങൾ കണ്ടു കാണും, അല്ലെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതാണ് അതിനെക്കുറിച്ച് അധികം പറയാത്തത്. പക്ഷേ നമ്മുടെ സൈറ്റ് സീയിങ് ട്രിപ്പ് നിങ്ങൾക്ക് വൺസ് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു ലൈഫ് ലോങ് മെമ്മറി ആയിരിക്കും. ബിക്കോസ് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു രാജ്യമേ അല്ല ചൈന. ഇറ്റ്സ് വെൽക്കമിങ്, ഇറ്റ്സ് മോഡേൺ, ഇറ്റ്സ് എഫിഷ്യൻറ്റ്, ഇറ്റ്സ് അമേസിങ് നേച്ചർ, സീനറി, ഫുഡ്, ഷോപ്പിംഗ് എല്ലാം കൂടെ ഉള്ള ഒരു ട്രിപ്പായിരിക്കും ഇത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ അടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ വേറൊരു അടിപൊളി വ്ളോഗായിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.